കപ്പ വെർഡെ വിയേഴ്സ് അർജന്റീന. മാച്ച് അങ്ങനെ എന്താ പറയുക, അർജന്റീന ജയിച്ചു 3-2. എക്സ്ട്രാ ടൈമിൽ വന്നപ്പോൾ ഭയങ്കര പെർഫോമൻസ്. സെക്കൻഡ് എക്സ്ട്രാ ടൈമിൽ അവർക്ക് പെർഫോമൻസ് ആയിരുന്നു. പിന്നെ അവരെ കർവ് ചെയ്ത ഗോൾ അടിച്ച ആ ചങ്ങായി, അവന്റെ ഒരു കിടിലം ഒരു ഫ്രീ കിക്ക് ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെ ഗോളിന്റെ ഇവിടെ സേവ് ഉണ്ടായിരുന്നു, 2-3 സേവ്. ആ ഫ്രീ കിക്ക് ഒരു രക്ഷയാത്ത സേവ്. ശരിക്കും ഈ കളിയിൽ അർജന്റീന നന്നായിട്ട് ഡോമിനേറ്റ് ചെയ്ത് കളിച്ചിട്ടുണ്ട്. പക്ഷേ അവരെ സംബന്ധിച്ച് അവരുടെ അടുത്ത് ബോൾ പോയി കഴിഞ്ഞാൽ ഒരു വാള് ക്രിയേറ്റ് ചെയ്യാം ഡിഫൻസ് ലൈനിൽ. അതാണ് ഒരുപാട് ബ്ലോക്ക് ഇട്ടത് അർജന്റീനയിലെ. അർജന്റീന കളിച്ചിക്കണം, പക്ഷെ ഒരു വൻ മതിലാണ്. ഭയങ്കര ഒരു വരവ് അറിയിച്ചിട്ടുണ്ട് വേൾഡ് കപ്പിൽ 2026 കോപ്പ വെർഡെ എന്ന് പറഞ്ഞ ടീം ഒരു കിട്ടിലും വരവ് അറിയിച്ചിട്ടുണ്ട്. കാരണം കളിച്ച എല്ലാ ടീമുമായിട്ട് 90 മിനിറ്റ് അവസാനിക്കുമ്പോൾ കളിച്ച എല്ലാ ടീമുമായിട്ട് സമനിലാണ്. അത് വേൾഡ് ചാമ്പ്യന്മാരായ അർജന്റീനക്കെതിരെ, സ്പെയിനെതിരെ, അതുപോലെ തന്നെ പിന്നെ വേറെ ടീമാണ് ഉറുഗ്വേക്കെതിരെ, സൗദി അറേബ്യക്കെതിരെ എല്ലാ ടീമുമായിട്ടും സമനില. തോറ്റിട്ടില്ല, എക്സ്ട്രാ ടൈമിലാണ് ഇപ്പൊ തോൽവി അറിയുന്നത്. അവരെ ഗോളി ഉണ്ടല്ലോ, അതൊരു മതിലെന്നാണ് മോനെ. ബൊസിന്റെ ഫസ്റ്റ് ഹാഫിൽ പോരെങ്കിലും സെക്കൻഡ് ഹാഫിന് ശേഷം വൻ തീ മത്സരം, കിട്ടിലും പെർഫോമൻസ്. കളി എടുത്ത് പറയുകയാണെങ്കിൽ ഒരു രക്ഷയ, രണ്ട് ടീമിന്റെ അറ്റാക്കിങ് ഒരു രക്ഷയുടെ കളി. പിന്നെ ലയണൽ മെസ്സിനെ കുറിച്ച് പറയണം. പിന്നെ പറയണ്ട, 9.5 റേറ്റിംഗ്, 9.5. കളി കഴിഞ്ഞു, വേൾഡ് കപ്പിലെ ടോപ്പ് സ്കോറാണ്. ഇപ്പം വേറൊന്നും പറയണ്ട, മെസ്സി ഉണ്ടായതുകൊണ്ട് ജയിച്ചു. അപ്പോൾ ഓക്കെ, കളിയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഓക്കെ, ബൈ. ഇറ്റ്സ് മീ, സ്കോറേഴ്സ് ബൈ.